കോമഡി അതല്ല അളിയൻ ലാസ്റ്റ് എന്നെ നോക്കിട്ടെ അല്ല ആംഗ്ലണ്ട് പറഞ്ഞപ്പോഴേ അവനെ അപ്പൊ തന്നെ അളിയാ മോനെ അമ്മേ നമുക്ക് ഒരു പ്രായം വരെ ഇവരെ അടക്കി വെക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായില്ലേ? അമ്മയും പക്ക സപ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഷമനോട് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ എനിക്ക് പ്രപ്പോസ് തന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് ഡയറക്റ്റ് പറയാറുണ്ട്. പ്രപ്പോസൽ വരുന്നുണ്ട്. കുറെ ഒരു 14 വന്നിട്ടുണ്ട്. എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 20 വയസ്സായി. സ്പാർക്ക് നോക്കി നിൽക്കുക. സ്പാർക്ക് വെച്ച് കിട്ടുന്നില്ല. നമുക്ക് സ്പാർക്ക് ഒന്ന് വരാണ് വെച്ചാൽ എല്ലാവരും കമ്മിറ്റിടും. ആണല്ലേ അവസ്ഥ റെഡിയല്ലേ? റെഡി. ഇനി അങ്ങോട്ട് മത്സരമാണ്. അത്ര തന്നെ സെറ്റ്. അപ്പോ നമ്മളെ ഫസ്റ്റ് റൗണ്ടിലോട്ട് കിടക്കാം. റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ഓടു വാരു നേടു. ചോദ്യം ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ ബസർ അമർത്തി ഉത്തരം പറയാം. ഓക്കെ, റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ ചൊല്ലിൽ വിട്ടുപോയ വാക്ക് കണ്ടെത്തുക. ഓക്കെ, ഡാഷ് വെളുത്താൽ ഓണം കറുക്കും. അത്തം വെളുത്താൽ ഓണം കറുക്കും. ആണോ മേ? അത്തം വെളുത്ത ഓണം കറുക്കും? ഉറപ്പാണോ? ഉറപ്പാണ്, കൺഫേം അല്ലേ? കൺഫേം. അമ്മ പറഞ്ഞാലും സപ്പോർട്ട്. അപ്പൊ കറക്റ്റ് ആണ്. അത്തം വെളുത്ത ഓണം കറുക്കും. ഇവനെ ഷോപ്പിംഗിന് വിടാറുണ്ടോ ഈ അക്ഷയന്? സാധനം ഒന്നും വാങ്ങാറില്ല. അല്ല അങ്ങനെയല്ല, അച്ഛൻ ഓൾറെഡി വാങ്ങിച്ചു തരും. പിന്നെ നമ്മളൊക്കെ പോയി വെറുതെ വാങ്ങിച്ചു. വീട്ടിൽ ജോലി അച്ഛനും അമ്മയും ഉള്ളപ്പോ ഞാൻ എന്തിനു പോണു അല്ലേ? അങ്ങനെയല്ല. അമ്മയാണോ അക്ഷയാണോ പോകുന്നത് ഷോപ്പിംഗ്? അമ്മയാണ് പോണത്. കാരണം അമ്മന്റെ അടുത്ത് കുറച്ചുകൂടി ഇതിന് നടക്കുന്ന പറഞ്ഞാൽ കൂടി വണ്ടി എടുക്കുക പറയും. കുറച്ച് ഓർഡർ ഇട്ടാ പാവം. എടാ നിന്നെ സ്നേഹത്തോടെ ഇത്രയും നോക്കി ഒരു അമ്മയോട് ഇത്രയും ക്രൂരത കാണിക്കുന്ന പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു. അപ്പൊ പെട്ടെന്ന് പോയിട്ട് അമ്മ ഓടു വാരു നേടു ഗോമ. ഭയങ്കര എൻകറേജിംഗ് ആണ് മകനാണോ എന്നിട്ട് അക്ഷയ് കണ്ടു പഠിച്ചു അമ്മ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന്. അതി 1000 രൂപയിൽ നിൽക്കുന്നാ മതി. എന്ത് വേണോ എടുക്കാം. വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. വെളിച്ചെണ്ണ താഴെയാണുള്ളത്. 15 സെക്കൻഡ് കഴിഞ്ഞു. ഇനി 10 സെക്കൻഡ് ബാക്കിയുണ്ട്. 9, 8, 7, 6. അമ്മയെ കുറച്ചെടുത്തല്ലോ. അപ്പൊ ഇത് കണ്ടിട്ട് ഇത് 1000 താഴെ നിൽക്കും അല്ലേ? ഞാൻ ഓപ്ഷൻ തരാം. ഇത് 1000 താഴെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അവിടെ ഒരു ബോക്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ റെയിൻബോ ബോക്സിനകത്ത് ചിലപ്പം ഇതിനേക്കാൾ വില കൂടിയ സാധനമായിരിക്കാം, ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ ഇതിനേക്കാൾ വില കുറഞ്ഞ സാധനമായിരിക്കാം. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ഇത് വേണോ ആ ബോക്സ് വേണോ? എന്തായാലും കുഴപ്പമില്ല, അത് മതി. കഷ്ടപ്പെട്ട് നിന്റെ അമ്മ കൊണ്ടുവന്ന സാധനം നിനക്ക് വേണ്ടേ? കുഴപ്പമില്ല, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കല. ഇതിൽ എന്താ അറിയുന്നത് ആകാംക്ഷ. ചിലപ്പോൾ ടിവിയോ വല്ല ഫ്രിഡ്ജൊക്കെ ആണെങ്കിലാ ഈ ചെറു സാധനം കിട്ടിട്ട് എന്ത് ചെയ്യാനാ? ഇവരെങ്ങാനും എപ്പോഴെങ്കിലും വന്ന് എന്തെങ്കിലും നമ്പർ ഇട്ടാ പോലും അടുക്കൽ ആരാതി ഇതിന്റെ വിലയെങ്കിലും ഞാൻ നോക്കിക്കോട്ടെ. നോക്കിയിട്ട് ഞാൻ തീരുമാനിക്കാം. ആ ബോക്സിൽ ഒന്നും ഇല്ലെങ്കിലോ? ഒന്നിനും കുഴപ്പമില്ല, നമുക്ക് അടുത്ത പരിപാടി വരില്ല. നമുക്ക് അടുത്തേ പിടിക്കാം. 114. അമ്മേ ഇത് വീട്ടിലെ ഒരുപാട് വൃത്തികേടാക്കുന്നുണ്ടെന്നാണ് എല്ലാം. ഇപ്പോ 110. ആദ്യത്തെ 2 അതായിരുന്നു. ചായയാണോ കോഫിയാണോ കുടിക്കുന്നത്? പലപ്പോഴും പിള്ളേരുടെ ഇങ്ങനെ അടിച്ചൊളിച്ച് വേണമെങ്കിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു ചായ. അല്ലെങ്കിൽ നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒരു ചായ, ഒരു പരിപ്പാട്. നീ ദുൽഖറിന്റെ ഫാനാണോ? മഴ പരിപ്പട 200. അപ്പൊ ഇപ്പൊ എത്രയായി? 424. മല്ലിപ്പൊടി 82. അപ്പൊ എത്ര? 506. 41. അവസാനത്തെ ഐറ്റം പരിപ്പ് 220. അപ്പൊ എല്ലാം കൂടി അമ്മ കറക്റ്റ് കണക്കിനെടുത്തേക്കലേ 767. അപ്പൊ ഇത് ഈ 767 സാധനം വേണ്ട. ഞാൻ കടയിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. സമ്പാദിച്ച് വാങ്ങിച്ചു കൊടുക്കാന്നാണോ പറയുന്നത്? സമ്പാദിക്കുന്നുണ്ട്. ആണോ? എന്താ ചെയ്യണേ? ഞാനിപ്പോ ഡിജിറ്റൽ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എവിടെ? പാലക്കാട് ടെക്കോം ബിൽഡേഴ്സ് എന്ന് പറയും. ഓ അത് ശരി. അപ്പൊ എന്തായാലും അമ്മേ ഇത് വിടാൻ പോവാണ്. എന്നിട്ട് ഞാൻ ബോക്സ് എടുക്കാൻ പോവാണ്. ബോക്സ് അങ്ങോട്ട് എടുത്ത് തരാണ് ചേട്ടാ. അക്ഷയുടെ ഒരു ആത്മവിശ്വാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ബോക്സിലൊരു കനം തോന്നുന്നില്ലല്ലോ അക്ഷയ്. മീനാക്ഷി ഇത് അക്ഷയുടെ നെഞ്ചെടുപ്പ് എനിക്ക് ഇവിടെ കേൾക്കാം ചേട്ടാ. പഞ്ഞി മാത്രമേ ഉള്ളോ? അതും ഇല്ലേ? തുറന്നു നോക്കണ എന്തുണ്ട് ഇതില്? ഐഫോൺ ആണ് എനിക്ക് തരണേ. ഓക്കേ.
ഓക്കെ നൈസ്. ആ അഞ്ജലി എന്താ മോനെ ഏ എന്താ പോയടോ. സംഭവം ഇത്? അപ്പൊ ആ ശിക്ഷ അവർക്കും കൊടുക്കല്ലേ പോയി. ഇനിയിപ്പൊ അതൊക്കെ അനുഭവിക്കട്ടെ. അല്ലേ പിടിവാശി ആയിരുന്നില്ലേ കൊടുക്കല്ലേ. നിങ്ങൾക്ക് ഇത് വേണമായിരുന്നാണല്ലോ. അത് കിട്ടിയിട്ടും കാര്യം കാര്യമില്ല. വീട്ടില് വൈപ്പ് കൂടിയൊന്നും ഇല്ലേ? പക്ഷെ അമ്മ അവന്റെ തീരുമാനം വളരെ കറക്റ്റ് ആയിരുന്നു. കാരണം എന്താ അറിയോ, കിട്ടിയിരിക്കുന്നത് ഒരു മിക്സർ ഗ്രൈൻഡറാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.